ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ റിയസ് വ്ലോഗ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മുടെ 1 വീക്ക് മെഹന്തി ഹെയർ കെയർ ചലഞ്ചിൻ്റെ 4-മത്തെ ദിവസമാണ് ഇന്ന്. സോ നമ്മുടെ ഹെയറിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഞാൻ ചെയ്തത് നമ്മുടെ ഹോട്ട് ഓയിൽ മസാജ് ആയിരുന്നു കേട്ടോ. സോ അതിനായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി നമ്മുടെ ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിലിംഗ് മെത്തേഡൊക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയാമെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. നമ്മൾ അപ്ലൈ ആക്കാൻ ഉദ്ദേശിക്കുന്ന ഹെയർ ഓയിൽ ഒരു ചെറിയൊരു കിണ്ണത്തിലോ ചെറിയൊരു പാത്രത്തിലോ എടുത്തിട്ട് അത് ഫ്ലെയിമിൽ വെച്ചിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിം ആ ഒരു രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഓയിൽ നല്ല ഡയറക്റ്റായിട്ട് ഹീറ്റ് കിട്ടാതെ ആ വെള്ളം തിളയ്ക്കുന്നതനുസരിച്ച് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരും. ആ ഒരു ഓയിലാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. സോ നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ ഹെയറിൻ്റെ എൻഡ് വരെയും നമ്മൾ എന്ത് ചെയ്യണം, ഹോട്ട് ഓയിൽ അപ്ലൈ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നല്ല രീതിക്കൊരു ജെൻറ്റിൽ മസാജും കാര്യങ്ങളും കൊടുക്കണം. ഇങ്ങനെ ഹോട്ട് ഓയിൽ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ ഹെയറിന് എന്തെങ്കിലും ബ്രേക്കേജസ്, ഡാമേജസ്, അങ്ങനത്തെ കാര്യങ്ങൾ, സ്പ്ലിറ്റ് എൻഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റി നമ്മുടെ ഹെയറിനെ നല്ല ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാനും നല്ല രീതിക്ക് തന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഈ ഒരു ഹോട്ട് ഓയിൽ മസാജ് വഴി സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പം സ്ട്രൈറ്റൻ അങ്ങനെ എന്തെങ്കിലും ഹീറ്റ് കെമിക്കൽസ് ഒക്കെ നമ്മുടെ ഹെയറിൽ എന്തെങ്കിലും ഹെയർ സ്റ്റൈലിസ്റ്റിനെയൊക്കെ പോയി കണ്ടിട്ട് എന്തെങ്കിലും അങ്ങനെ ആ ഒരു രീതിക്ക് നമ്മുടെ ഹെയർ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഡാമേജ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഇത്തരത്തിലുള്ള ഹോട്ട് ഓയിൽ മസാജ് വീക്കിലി വൺസ് ഓർ ട്വൈസ് ഓർ ത്രൈസ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ. സോ നമ്മൾ ഇന്ന് ഹോട്ട് ഓയിൽ മസാജാണ് ഫസ്റ്റ് ചെയ്തത്. ഞാൻ നല്ല രീതിക്ക് തന്നെ സ്കാൽപ്പിലും എൻ്റെ ഹെയറിലെ മുടിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെയും നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു 10-15 മിനിറ്റ് അങ്ങനെ ലീവ് ചെയ്യുക കേട്ടോ. ഒരു ഹെയർ ക്യാപ്പ് കൂടി വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓയിൽ എല്ലായിടത്തും എത്തുന്ന പോലെ നമുക്കത് ഒരു ഫീൽ കിട്ടും കേട്ടോ. സോ ഞാൻ ഇന്ന് ഹെയർ ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. ഒരു 15 മിനിറ്റിന് ശേഷമാണ് നമ്മളിനി നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ബാലായാമം കൂടി ചെയ്യുക കേട്ടോ. സോ ഞാൻ ബാലായം ചെയ്തതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ബാലായാമം കൂടി ചെയ്യാം. ഓക്കെ. ഇനി നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമാണ്. ഇന്നത്തെ നമ്മുടെ പാക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത പോലെ തന്നെ നമ്മുടെ മൈലാഞ്ചി ഇല നല്ല കടുപ്പത്തിൽ തിളപ്പിച്ച തേയില വെള്ളം, ഇത് രണ്ടും കൂടി അരച്ചെടുത്തതാണ്. അതിനകത്തേക്ക് നമ്മുടെ തലേ ദിവസം പുളിപ്പിച്ചെടുത്ത കഞ്ഞിവെള്ളം അതും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെയും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇന്ന് ഞാൻ എടുത്ത പാക്ക് കുറഞ്ഞു പോയി. കാര്യം എൻ്റെ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള പാക്ക് ഉണ്ടായിരുന്നില്ല. സോ നിങ്ങൾ എടുക്കുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ നമ്മുടെ ഫുൾ ഹെയർ, നമ്മളിതൊരു ഹെയർ ഗ്രോത്ത് ചലഞ്ചാണ്. സോ ഹെയറിൽ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് തന്നെ നിങ്ങൾ പാക്ക് പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്യുക. എനിവേ നമ്മൾ ഈ ഒരു 1 വീക്കാണ് ഈ ഒരു ചലഞ്ച് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ ഹെയറിനെ നല്ല സ്മൂത്തി ആൻഡ് സിൽക്കി, നല്ല സോഫ്റ്റ് ആക്കാനായിട്ടായാലും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനെ നല്ല രീതിക്ക് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. ഈ ഫെർമെൻറ്റഡ് ആക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ഇനോസിറ്റോൾ, അമിനോ ആസിഡ്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിനെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് ആ ഒരു സ്കാൽപ്പിൻ്റെ pH ഒക്കെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്നു. ഈ ഇനോസിറ്റോൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഫോളിക്കിളിനെ നല്ല സ്ട്രെങ്തൻ ആയിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. മുടി കൊഴിയുന്ന പ്രശ്നം നന്നായിട്ട് അനുഭവിക്കുന്നവർ ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്താൽ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് നല്ല രീതിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.